ഹലോ, ഇന്ന് സദ്യ സ്റ്റൈൽ കൂട്ടുകറിയുടെ റെസിപ്പി ആട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാണ് കൂട്ടുകറി എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കറിയാണിത്. എനിക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു കറിയാട്ടോ കൂട്ടുകറി. ഈ ഒരു കൂട്ടുകറി എന്ന് പറയണത് നമ്മുടെ അമ്മമ്മമാരൊക്കെ പണ്ട് തനതായ രീതിയിൽ ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചേന എടുത്തിട്ടുണ്ട്, കായ എടുത്തിട്ടുണ്ട്. കായും ചേനയും കൂടി, പച്ചക്കായും ചേനയും കൂടി ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരു പകുതി വേവ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു 1/2 കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്തത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. ചേനയും കായയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ഉടഞ്ഞു പോകണ്ട, അത്യാവശ്യം ഒന്ന് വെന്താൽ മതി കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് താളിക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വറ്റൽമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കണം. തേങ്ങ ചിരകിയത് എന്ന് പറയുമ്പോൾ ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 1/4 ഭാഗം ഞാൻ ഇതിലോട്ടിട്ട് വറുക്കുന്നുണ്ട്. ഈ നമ്മുടെ വറ്റൽമുളകും എല്ലാം കൂടി താളിച്ചതിലോട്ടിട്ട് വറുക്കുന്നുണ്ട്. ഇത് സിമ്മിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ, അതുവരെ വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങയിലെ 1/4 ഭാഗം ബാക്കിയുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വേറെ നമ്മൾ സെപ്പറേറ്റ് വറുത്തെടുക്കാം കേട്ടോ. ഇതും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക്, മുഴുവൻ കുരുമുളക് ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പച്ചക്കായലിന്റെ കൂട്ടത്തില് മുളക് പൊടിയൊക്കെ ചേർത്തില്ലേ, ആ സമയത്ത് കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിൽ എന്തായാലും ചേർക്കണം കേട്ടോ. കുരുമുളക് എന്തായാലും നമ്മൾ ഈ ഒരു കറിയിൽ ചേർക്കണം. തേങ്ങ വറുക്കാൻ വെച്ചത് മൂത്ത് വരുന്ന നേരം കൊണ്ട് നമ്മുടെ കറി അത്യാവശ്യം വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ അരപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജീരകവും കുരുമുളകും മാത്രം ഇട്ട് തേങ്ങ വറുത്തില്ലേ, അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരക്കണ്ട, എന്നാൽ അത്യാവശ്യം അരയവും വേണം. ആ ഒരു ടൈപ്പിൽ അരച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കറി അവിടെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് വറുത്തിടണമല്ലോ തേങ്ങ. അതിനുവേണ്ടി നമ്മൾ മുളകൊക്കെ പൊടിച്ചിട്ട് അതിനകത്ത് വറുക്കാൻ ഇട്ടിട്ടില്ല. ആ തേങ്ങ നല്ല ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം ഒഴിക്കണമെന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാനിത് വെന്ത് കഴിഞ്ഞപ്പോൾ ഇറക്കി വെച്ചിട്ട് രണ്ടാമത് വേവിക്കാൻ എടുത്തതാണ്. കുറച്ച് പണി അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടി വന്നു. അതാണ് കേട്ടോ ഇതിങ്ങനെ ആയിപ്പോയത്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ, ഒട്ടും ഉടഞ്ഞു പോവാതെ തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു കൂട്ടുകറിക്ക്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ വീഡിയോസ് കാണുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.